Hi friends, welcome back to Guys, നമ്മളിതാ അവസാനം ഇതാ ഊട്ടിയില് ബോട്ട് ഹൗസിലാണുള്ളത്. ഒരു രക്ഷയില്ല മക്കളെ. ഒരു നാരന്റെ ഒരു മൊട്ടു സൂചി വെക്കാൻ സ്ഥലമില്ല ഇവിടെ ഊട്ടിയില്. എന്താ വെച്ചാൽ കേരളക്കാരെ കൊണ്ട് നിറഞ്ഞിന്. എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പറിച്ചു നട്ട പോലെ ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് ഊട്ടിയിലേക്ക് കേരളം പറിച്ചു നട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. ഭയങ്കര ക്രൗഡാണ്. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അല്ലേ. നമ്മളെന്നെ ഉണ്ട് 10-30 നമ്മൾ തന്നെ ഏകദേശം ഒരു 6 വണ്ടിയിലായിട്ട് 30ഓളം ആൾക്കാരുണ്ട്. അതുകൂടാണ്ട് നമ്മളെ കേരളത്തിലുള്ള കംപ്ലീറ്റ് എന്താണെന്നറിയില്ല ഇവിടെ ഊട്ടിയിൽ എന്ത് കൊടുക്കുന്നത്. നമ്മളീ പറയുന്നതല്ല നിങ്ങളെ നിങ്ങളെ കണ്ടോക്ക്, അന്നേരം എന്താ അവസ്ഥ എന്നുള്ള മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ കൂടെ ഉള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവര് ഇവിടെ ഊട്ടിയിൽ വന്നിട്ട് ഇപ്പം എന്നാരുടെ നമ്മളെ തലശ്ശേരി റെസ്റ്റോറന്റിൽ വന്നിട്ട് ബിരിയാണി വയ്ക്കാൻ വേണ്ടി വന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇത് കണ്ട ഗൈസ്, ഇതാണ് അവസ്ഥ. ഒരു രക്ഷയില് കംപ്ലീറ്റ് മലയാളീസാണ്. മലയാളീസിനെ കൊണ്ട് നിറഞ്ഞിക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ഊട്ടിയിലുള്ള ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു. അവർക്ക് വണ്ടി വെക്കാനും സ്ഥലമില്ല, അതേപോലെ തന്നെ നിക്കാൻ പോലും സ്ഥലമില്ലായിട്ട് പോയി കഴിഞ്ഞു. അതേപോലെ തന്നെ ഇതാ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരാണ് ഇതെല്ലാം. ഇതെല്ലാം നമ്മളെ കൂടെ ഉള്ളതാണ്. ഇതാ നമ്മൾ ചങ്ങായിമാരെ മക്കളാണ്. ഇതാ നമ്മള് കൂടെ ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ സെൽഫി എടുക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനുണ്ട് ആ സെൽഫിയില്. എങ്ങനെയുണ്ട് നമ്മുടെ ഊട്ടിയിലെ അവസ്ഥ എന്ന് പറഞ്ഞേ? ഊട്ടിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മടല് ചോദിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇവിടെ എത്തിയിട്ട് എത്ര മണിക്കൂർ 8 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ്. 8 പോരാ, നിങ്ങളിവിടെ എത്തുമ്പോ 4 മണിയായില്ലേ? 4 മണി യഥാർത്ഥ രാവിലെ 5:30 മണിക്ക് വിട്ടിട്ട് ഇവിടെ 4 മണിക്കാണ് ഇവിടെ എത്തുന്നത്. ഭയങ്കര ഇതെന്താ ഇത് ഇസ്ന കളിക്കുന്ന നോക്കട്ടെ. അപ്പോ അത്രക്ക് റഷാണ് ഇവിടെ. കേരളം പറിച്ചുനട്ടോലുണ്ടല്ലേ? എന്താ അവസ്ഥ നിങ്ങളെന്നെ പറഞ്ഞോ? കേരളം കർണാടകന്റെ വളരെ കുറവാണ് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും വണ്ടികൾ ഉണ്ട് എന്നുള്ള ഞാൻ വിചാരിച്ചിട്ടില്ല. കേരളിനെ കൊണ്ട് ബസ്സും അതുപോലെ ബാക്കിയുള്ളതെല്ലാം ആയിട്ട് ഒരു സെൽഫി എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. ശരിക്കും നമ്മള് എന്താ പറയണ്ടേ, ഇത് പറഞ്ഞിട്ട് ഒരു ബൊട്ടാണിക് ഗാർഡനല്ല. ബൊട്ടാണിക് ഗാർഡനിലൊന്നും കാലുകുത്ത സ്ഥലമില്ല. ബൊട്ടാണിക് ഗാർഡനില് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. പക്ഷെ ഫ്ലവർ ഷോ അടുത്ത മാസമാണ് ഫ്ലവർ ഷോ ഉണ്ടാവുക. അപ്പോ ഇതൊക്കെ കംപ്ലീറ്റ് ജനങ്ങളാണ് മക്കളെ. എന്താ രസം എന്നറിയാം കാണാനല്ലേ. അതെ വേഗം ആൾക്കാരെ ഇങ്ങനെ ക്യൂ നിന്നിട്ടല്ല. അതുകൊണ്ട് വെച്ചാൽ കുറച്ച് സമയം തരുള്ളൂ. അതിലൊരു കാര്യമൊന്നുമില്ല. അപ്പൊ ഒരുപാട് ഇതാ ബോട്ട്. ഭയങ്കര രസമുണ്ട് ഇവിടുന്നുള്ള വ്യൂ അല്ലേ. ഭയങ്കര രസമുണ്ട്. ക്ലൈമറ്റ് ഒന്നൊന്നര ക്ലൈമറ്റ് ആണ് മക്കളെ. എനിക്ക് പറഞ്ഞാൽ നമ്മള് 7 ഫാമിലിയാണ് വന്നിട്ടുള്ളത്. 6 വണ്ടി. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ടയേർഡായിട്ട് ഒരു വൈകായിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എണീറ്റ് നമ്മൾ എന്താ പറയുക അത്താഴത്ത് എണീറ്റ് പോലെ എണീറ്റിട്ടാ വന്നത്. സ്വയം നിസ്കരിച്ചിട്ട് അവിടുന്ന് വിട്ടിട്ട് എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മള് ഏകദേശം ഒരു 10-11 മണിക്ക് എത്തേണ്ടതാണ്. ബ്ലോക്ക് കാരണം കൊണ്ട് ഞങ്ങളിവിടെ എത്തി തന്നെ 2 മണിയായിരുന്നു. എന്നുവെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ 4 മണി 3:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ ഭക്ഷണം ഇല്ല. ഭക്ഷണം റെഡിയാകുന്നവരെ വെയിറ്റ് ചെയ്ത് ഒരു 1.5 അനുഭവം തന്നെയായിരുന്നു. ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഒരു നമ്മളൊരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം. അതെ, ഇത് നമ്മള് തീരുമാനിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ രാത്രി ഒരു 10-12 മണിക്കാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ രാത്രി വിടാന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ക്യാൻസൽ ചെയ്തിട്ട് രാവിലത്തേക്ക് വെച്ച് ഞാനിപ്പോ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല്
2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് തോന്നുന്നു കുറയും ആളുകൾ. അതിനുശേഷം വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്താ പറയണ്ടേ ക്ലൈമറ്റ് ആസ്വദിക്കുക ഇവിടെ വന്നിട്ട്. ഇപ്പം ഭയങ്കര റേറ്റാണ് റൂമിനെല്ലാം. 3500-4000 ആ ഒരു റേഞ്ചിലാണ് റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഭയങ്കര റേറ്റാണ്. ഇത് കണ്ട ഗൈസ്, ഐ ലവ് യു ഊട്ടി എന്നുള്ള അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഈ സംഭവം. അറ്റ്ലീസ്റ്റ് ഊട്ടി എത്തിയിരുന്നില്ല പറയാലോ. ആ ഒരു ഇതാണ് ടാർഗറ്റ് ആണത്. എനിക്ക് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ അവിടുന്ന് എടുക്കാൻ വേണ്ടിട്ട് ഇതേപോലെ തന്നെ ഇവരെ പോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയും കാണില്ല. ഇനിയിപ്പോ എന്തായാലും ഇവരെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും രാത്രിയാവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ വന്നിട്ട് എടുക്കാം. നാളെ രാവിലെ വന്നിട്ട് എടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ. അതേപോലെ തന്നെ ബോട്ടെല്ലാം ഫുള്ള് തിരക്കാന്ന്, എല്ലാം പുറത്താ. സേഫ്റ്റി ജാക്കറ്റ് ഒന്നും എന്താ പറയണ്ട തീർന്നു പോയി പറഞ്ഞ കംപ്ലീറ്റ്. ഇതാ മക്കളെല്ലാം ഇതാ മണ്ണിലെല്ലാം കളിക്കുന്നു, പുല്ലെല്ലാം കിട്ടിയിട്ട് ഒരു ഇവിടെ നിന്നാലാ ഇവിടെ നിന്നാ ഇങ്ങനെ എടുക്കാം. ഐ ലവ് യു ഊട്ടി കിട്ടും. ഒരു സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടെന്ന നമ്മളിവിടെ വന്ന് സിറാജ് റിയാദ് നമ്മളിപ്പോ കാണുന്നത്. എടുത്തോ അവസാനം ഇവിടെ കാലിയായല്ലേ. ഒരു ചെറിയൊരു ഇടവേള കിട്ടിയാലോ എല്ലാരും നമ്മളിങ്ങോട്ട് ഓടി വന്നിട്ട് ഐ ലവ് യു ഊട്ടി. ആ മണ്ണ് കാടി അന്നെനിക്ക് ഇതാ ഒരു വീഡിയോ തന്നെ എടുക്കാലോ. കണ്ടാ എന്തൊരു സന്തോഷം ആ ഒരു സെൽഫി എടുത്തരല്ലേ അല്ലേ. ഇവിടെ വന്നിട്ട് ആ ഒരു അതും കൂടി കിട്ടിയില്ലെങ്കിൽ എന്തേലും അവസ്ഥ. നിക്ക് എല്ലാരും നിക്ക്, സെൽഫി എടുത്തോ. ഇത്ര നേരം നമ്മള് കണ്ടത് വന്ന ആൾക്കാർ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഇനിയും വന്നോണ്ടിരിക്കുന്നേ. ഇതെന്താ ഇത്? അത് കംപ്ലീറ്റ് കേരള അല്ലേ, ഒരു രക്ഷയില്ല മക്കളെ, നിറഞ്ഞു എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഭയങ്കര ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊട്ടിയില് നിൽക്കാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ്. സീസണാണ് ഇവരെ. ഇനിയിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ പെരുന്നാൾ വരെ സീസണാണ്. ഇപ്പൊ അടുത്ത മാസം ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന്. അതിന്റെ എല്ലാം ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ഒഴുക്കാണ് ഇത്. പിന്നെ വേറൊന്നുണ്ട്, ഇത്രയും കാലം എന്ന് പറയണ്ട ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അടിച്ചു വരുന്നുണ്ട്, ക്ലീനിങ് എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലാണ്ട് ഒന്നും നടക്കൂല. അല്ലാണ്ട് ഇത് ആള് പോയി നീ കാത്തു നിൽക്കാനാ. അതെ, ആള് പോയി നീ കാത്തു നിന്നാൽ ഈ അടിച്ചു വരലൊന്നും നടക്കൂല. ആളിങ്ങനെ കൂടി വരികയാണ്. നമുക്ക് ഇനി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുണ്ട് ഗൈസ്, ഭയങ്കരമായിട്ട്. ഒന്ന് എന്താ പറയണ്ടേ, ബോട്ടിന് കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ കുട്ടികളിൽ മന്ദം വിട്ട് കുന്തം വിട്ട പോലെ നിൽക്കുന്നത് അല്ലേ. പറയാത്തേ ഏടാ എങ്ങനെയുണ്ട്? സൂപ്പറാ. അറിയൂ പകരെ എങ്ങനെയുണ്ട് ഇത്? കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഇത്ര നാളില്ലാലോ അല്ലേ നമ്മള്. ഈ ഒരു പ്രാവശ്യം ഒരുപാട് ആളുകളുണ്ടല്ലേ. അപ്പൊ ഇതാ കേസ്, ഐ ലവ് യു ഊട്ടിന്റെ ഫോട്ടോ എടുക്കാൻ നിന്ന ആൾക്കാരാണ് കേട്ടോ ഇത്. ഇത്രയും തിരക്കാണ്. ഐ ലവ് യു ഊട്ടിന്റെ ഫോട്ടോ എടുക്കാൻ നിന്നതാണ്. സംസാരിക്കോട്ടേക്ക് ലേഡീസ് ഓൺലി. അപ്പൊ സായിക്ക് നമ്മൾ ഈ പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇതേപോലെ പൊളിച്ചു. ഇതിന് മുമ്പ് ഇങ്ങനെ വന്നില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാതെ ഗൈസ്. അപ്പൊ ഒരു രക്ഷയില്ല, നടക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ. കേരളം അങ്ങനത്തെ പറിച്ചു നട്ട പോലെ ഉണ്ട് അല്ലെ ഊട്ടിയിലേക്ക്. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ